ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബനാനയും സവാളയൊക്കെ വെച്ച് ചിക്കനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 6 ബനാന എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ളതാണ് കേട്ടോ 6 എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി, 3 എണ്ണം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഒരു 300 മുതൽ 400 ഗ്രാം വരെ ചിക്കൻ എടുക്കുക. നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കാം. ആ മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഈ ബനാന ഒന്ന് വേവിച്ചെടുക്കണം. അത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി. എന്നിട്ട് ഫുള്ള് പ്രഷർ പോകുന്നത് വരെ വെക്കണ്ട. കാറ്റ് പകുതി അഴിച്ചു വിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായി പോവും. പിന്നെ ഇതാ സവാളയും ക്യാപ്സിക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക, അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴേക്കും പഴം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ കുത്തിയെടുക്കാം. നല്ലപോലെ വെള്ളം കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കാം. ചൂടെല്ലാം പോയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഓവറായിട്ട് ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. പഴം വെച്ചിട്ട് തയ്യാറാക്കുന്നതായിക്കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം നല്ലപോലെ മിക്സാക്കി പച്ച ടേസ്റ്റും പോയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1 ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും 1/4 കപ്പ് മല്ലിയിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. അത് പകുതിയായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 6 ബനാനയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തത്. നല്ല ഫൈനാക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, നല്ല ഫൈനാക്കി അരച്ചെടുക്കുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ അരിപ്പൊടിയും കൂടി ചേർക്കും. പിന്നെ വെള്ളമൊക്കെ ചേർക്കുന്നതുകൊണ്ട് പഴത്തിൻ്റെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം 2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. 2 കപ്പ് തന്നെ വേണം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴത്തിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ അരിപ്പൊടിയിൽ വ്യത്യാസം വരും. നോക്കി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ചെറിയൊരു ഒട്ടുന്ന പരുവത്തിൽ ഉണ്ടാവാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലല്ല ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പോലെ ഉണ്ടാവും ബട്ടർ മെൽറ്റ് ചെയ്തത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. നമ്മുടെ കൈക്കൊന്നും ഒട്ടാത്ത പരുവത്തിൽ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റണം. അതിനനുസരിച്ചിട്ട് ഗീയോ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് കയ്യിൽ ബട്ടറൊന്ന് നല്ലപോലെ തൂവിയതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ബോൾസ് എടുത്തിട്ട് പരത്താം. അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും പഴം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചധികം തന്നെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ. ഇതുപോലെ പത വരുന്നത് ബട്ടർ ചേർക്കുന്നുണ്ടാണ് കേട്ടോ. അത് കാര്യമാക്കാണ്ട് ഫ്രൈ ആയി വരുമ്പോൾ അത് പോയിക്കോളും. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ, അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പഴത്തിൻ്റെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, അരിപ്പൊടിയും വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.